ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഒരു ഇതാണല്ലേ ലോട്ടറി എടുക്കലേ. അപ്പം ലോട്ടറി എടുക്കും ചെയ്യും, കാര്യമായിട്ട് ടിക്കറ്റ് അടിക്കൂല അല്ലേ? ആ പൈസ പോയതും മിച്ചം. അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. അതിന് ചെയ്യാനുള്ള ചില ട്രിക്സുകൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടാവും. അപ്പോൾ അത് ഏതാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ 100%, 99% സാധ്യതയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയാൻ പോണത്, നമ്മൾ ഈ ലോട്ടറി എടുക്കാൻ പോകുന്ന ദിവസമേ നമ്മൾ എന്തൊരു കാര്യത്തിന് പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ എന്ത് വേണം ആദ്യം തന്നെ രാവിലെ സന്തോഷമായിട്ട് അന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മളൊന്ന് ലഹള കൂടുക, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ട് വഴക്ക് കൂടുക, അല്ലെങ്കിൽ തമ്മിലൊരു സ്വരച്ചേർച്ചയില്ലായ്മ, ഇതൊക്കെ നമ്മളെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. മനസ്സിലായല്ലോ? നമ്മൾ നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ച് അന്നത്തെ ദിവസം നമ്മൾ പ്രിപ്പയർ ആവണം. അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ചെയ്യാതെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചോളുക. പിറ്റേ ദിവസത്തെ ടിക്കറ്റ് എടുത്താൽ മതി, നിങ്ങൾക്ക് ഭാഗ്യം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അന്നത്തെ ദിവസം രാവിലെ എണീറ്റ് കുറച്ച് ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം കുറച്ച് പുലർച്ചെ എണീക്കുക. എന്നിട്ട് നിങ്ങൾ പ്രപഞ്ചത്തിനോട് പറയുക, എനിക്ക് ലോട്ടറി അടിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് പ്രപഞ്ചമേ, എനിക്ക് ഇന്ന് ലോട്ടറി അടിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് നിങ്ങൾ പറയുക. അടിച്ചതായിട്ട് നിങ്ങളാണ് അഫർമേഷൻ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് അടിച്ചു എന്ന് നിങ്ങളാണ് കരുതുക. എന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും മനസ്സിലെ സന്തോഷമല്ലേ? ആ സന്തോഷത്തോടു കൂടി നിങ്ങൾ ആ 24 മണിക്കൂർ നിങ്ങൾ ആ സന്തോഷം കളയാതെ നിലനിർത്തണം. എന്നിട്ട് നിങ്ങൾ അന്ന് പോയിട്ട് ലോട്ടറി എടുക്കണം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും തീന്മേശയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബസമേതം, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. അപ്പോൾ നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചാൽ നിങ്ങൾക്കല്ല അത് ഉപകാരപ്പെടുക, നിങ്ങളുടെ കുടുംബത്തിനാണ് എന്നുള്ളത് വീട്ടിലുള്ളവരും. അച്ഛൻ ഇങ്ങനെ ലോട്ടറി എടുക്കാൻ പോകുക മോളെ, എന്നൊന്ന് എടുത്ത് നോക്കട്ടെ. അപ്പം മോളും വേണം അതിന് സഹകരിക്കുക, മോനും വേണം, ഭാര്യയും വേണം അല്ലേ? ഈ അച്ഛൻ ലോട്ടറി എടുത്തിട്ട് അച്ഛൻ അത് മുഴുവൻ കൊണ്ടുപോകുമോ? നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകണില്ല, ജനിച്ചു വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല. പക്ഷെ നമുക്ക് ജീവിക്കണ്ടേ? അതിന് പണം അത്യാവശ്യമാണ്. അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അയച്ചിട്ട് ഞാൻ ലോട്ടറി എടുക്കാൻ എല്ലാവരും നിർബന്ധിക്കുകയല്ല, എല്ലാവരും ലോട്ടറി എടുക്കണം ഞാൻ പറയണില്ല. ലോട്ടറി ഒരുപാട് ചില ആൾക്കാർക്ക് വീക്ക്നെസ് ആണ് അല്ലേ? എല്ലാ ലോട്ടറി എടുക്കും, അവർക്ക് അടിക്കൂല. പക്ഷെ എല്ലാ ലോട്ടറി എടുത്ത് അടിക്കണ കുറേ വിദ്വാൻമാരുണ്ട് കേട്ടോ. ഇതിൽ അവർ വലിയ തുകയ്ക്ക് എടുക്കുന്നു ഞാൻ പറയണില്ല. അവർ 5000-ന്റെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 500 അടിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം അവരുടെ ഈ മനോനില തന്നെയാണ് കേട്ടോ. നമ്മളെ ഭാഗ്യം നിർഭാഗ്യം ഒക്കെ നമ്മൾ തന്നെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ്. അല്ലാതെ ചിലവർ പറയൂട്ടോ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ഭാഗ്യം ഇല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനെയല്ല, നമ്മളാണ് ഭാഗ്യത്തിനെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കേണ്ട ആളായിട്ടോ. നമ്മൾ വിചാരിച്ചാലാണ് അല്ലേ? നമുക്ക് മാറ്റം മനുഷ്യനുള്ളതാ മക്കളെ. നമ്മൾ മാറാൻ തയ്യാറാവണം. ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട് കലഹം കൂടിയിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിക്കോ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം വേറൊരു കാര്യം, ലഹള കൂടാതിരിക്കുക. പിന്നെ ശകുനം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മിറ്റമടിക്കണ ചൂലോണ്ട് ഇങ്ങനെ നിൽക്കണ ഒരാളെ, കുറ്റിച്ചൂല്. പ്രഭാതത്തിൽ നമ്മൾ അടിച്ചു വരാത്തൊരു ചൂല് കണ്ടാൽ മഹാലക്ഷ്മിയാണ്, നല്ലതാണ്. പക്ഷേ നമ്മൾ പുറത്തൊക്കെ തൂക്കണ ആ കുറ്റിച്ചൂലുണ്ടല്ലോ, നീളം കുറഞ്ഞ, അതുകൊണ്ട് കുമ്പിട്ട് നിന്ന് അടിക്കണത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് ടിക്കറ്റ് എടുക്കാൻ, ലോട്ടറി എടുക്കാൻ പോകുന്നവരാണെങ്കിൽ കയറി വന്നിട്ട് അകത്ത് ഇരുന്നോളൂ കുറച്ച് നേരം. എന്നിട്ട് വേണമെങ്കിൽ പോയിക്കോളൂ. എന്നാലും ആ ശകുനം കണ്ട് നിങ്ങൾ പോകരുത്. പിന്നെ അതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ, പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ ശൂന്യമായ പാത്രമായിട്ട് ചിലർ വെള്ളത്തിൻ്റെ കുടം ഇങ്ങനെ ഒക്കത്ത് വെച്ച് വരികയാണ്, അതിൽ ശൂന്യമായിരിക്കും. നേരെ മറിച്ച് ശൂന്യമുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് അന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതം മുഴുവന് ശൂന്യതയിൽ കൂടെ പോകട്ടോ. ഒന്നും നിങ്ങൾക്ക് അതിൽ സംഭരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല കാര്യവും നടക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? നിറകുടം. ഒന്നുമില്ല, നിങ്ങൾ പോണ സമയത്ത് പുറത്തൊരു നിറകുടം കൽപ്പിച്ച് കൂട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ശകുനം കണ്ടാലും ആദ്യത്തെ ശകുനം അതായി മക്കളെ. എന്നിട്ട് നിങ്ങൾ പോകുമ്പോൾ ഒരു ഒഴിഞ്ഞ കുടം കണ്ടാൽ അത് അത്ര ഫലിക്കില്ല കേട്ടോ. അപ്പം നിങ്ങൾ നിറകുടം കണ്ടു പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഈശ്വരനോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. നമ്മളെ ഭഗവാന്മാരോട് നിങ്ങൾ വിശ്വസിക്കുന്നത് ഹിന്ദു മതഭേദമന്യേ ഏത് മതത്തിനും, ഇസ്ലാം മതമായാലും വേണ്ടില്ല, ഏത് മതമായാലും വേണ്ടില്ല കേട്ടോ. നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ചിലപ്പോൾ ചിലവർക്ക് സ്വന്തം അമ്മയും അച്ഛനായിരിക്കും, ചിലവർ നമ്മളെ തന്നെ വിശ്വസിക്കുന്നവരായിരിക്കും, ചിലവർ ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് വിശ്വസിക്കുന്നത്. പക്ഷേ മക്കളെ, എന്ത് വിശ്വസിക്കുമ്പോഴും ആത്മവിശ്വാസം, നമ്മളെ മനസ്സിൻ്റെ ശക്തിയാണ് മക്കളെ നമ്മളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. മനസ്സിന് ശക്തി ഇല്ലാത്തവനെ എല്ലാതും ഈ വീണമരം പോലെയാണ് കേട്ടോ. ഈ മനസ്സിന് ശക്തി ഇല്ലാത്തവൻ വീണമര എല്ലാതും അവൻ്റെയിലേക്ക് വന്നടിയും അല്ലേ? വീണമരത്തിൽ ഓടിക്കയറും.
അപ്പോൾ ശത്രുതകളടക്കം നമുക്ക് തോന്നണത് മനോധൈര്യം ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് നല്ല കാര്യത്തിന് പോകുമ്പോൾ ആദ്യം നിങ്ങൾ സംഭരിക്കേണ്ടത് മനോധൈര്യം. ആ രാവിലത്തെ പ്രാർത്ഥനയോട് കൂടി നിങ്ങൾ നല്ലൊരു മനോധൈര്യത്തിൻ്റെ ഉടമയായി മാറണം. കേട്ടല്ലോ. പിന്നെ ഞാൻ കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരാം. പിന്നെ അതേപോലെ മക്കളെ, നിങ്ങളിങ്ങനെ പോണ സമയത്ത് എതിർവശത്ത് കൂടെ വരികയാണ് ഈ നമ്മളുണ്ടല്ലോ കൈക്കോട്ട്, മടാള്, അരിവാള്, ഇങ്ങനത്തെ ഈ മൂർച്ചയുള്ള ആയുധങ്ങൾ, അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കണ്ടിട്ട് ഇറങ്ങരുത്, തിരിച്ചു പോന്നോളൂ. അന്ന് പോവാതിരിക്കുക ഭേദം. അപ്പം നമ്മൾ ഈ മഞ്ചൽ, പണ്ട് കാരണവന്മാർ പറഞ്ഞിട്ടിട്ടുണ്ട്, മൂളാത്ത മഞ്ചൽ ശകുനം കാണാൻ നന്ന, മൂളണ മഞ്ചൽ നന്നല്ല അത്രേ. അപ്പം മൂളണ മഞ്ചലിൽ വല്ലാതെ വയ്യാത്ത ഒരാളെ ഉത്തരെ കൊണ്ടുപോകണം, അയാൾ വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും മഞ്ചലിൻ്റെ ഉള്ളിൽ കിടന്നിട്ടെന്ന്. മൂളാത്ത മഞ്ചലെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഭഗവാനോടടുത്തു. പിന്നെ അയാൾക്ക് ഒരു പ്രശ്നവും. അത് നമുക്ക് ശകുനം കണ്ടാൽ യാതൊരു പ്രശ്നവും എന്നാണ് പണ്ടുള്ളവരൊക്കെ പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ലക്കി നമ്പർ പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ട് കേട്ടോ. ലക്കി നമ്പർ, അത് അവനാൻ്റെ ലക്കി നമ്പർ അവനവനെ അറിയുമെന്ന് വിചാരിക്കണു. അറിയാത്തവർക്ക് ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം. മക്കളെ, നമ്മൾ ജനിച്ച വർഷം ഏതാണോ അതിൻ്റെ ലാസ്റ്റ് 3 അക്കം വരുന്ന നമ്പർ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. 3 അക്കം വരെ കിട്ടിക്കോളണമെന്നില്ല, 2 അക്കമെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചെടുക്കുക. നമ്മൾ ജനിച്ച വർഷത്തിൻ്റെ ലാസ്റ്റ് അക്കം 2 അക്കം, അല്ലെങ്കിൽ ഫസ്റ്റ് അക്കം 2 അക്കം, ഇങ്ങനെ നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുക. എപ്പോഴും അങ്ങനെ എടുത്ത് നോക്കണം. പിന്നെ അതിന് നമുക്ക് പറ്റിയില്ല, അങ്ങനെ നമ്പർ നമുക്ക് കണ്ടില്ല, കിട്ടിയില്ല എന്നൊക്കെ വരും. അപ്പോൾ നമ്മളെ പ്രായം എത്രയേ? അപ്പോൾ നമുക്ക് ഒരു 60 വയസ്സായ ആളാണെങ്കിൽ 60 എന്ന് കാണുമല്ലോ ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾ 60 എന്നുള്ളത് എടുക്കുക. 58 ആണെങ്കിൽ 58 എന്നുള്ളത് എടുക്കുക. അപ്പോൾ ഓരോരുത്തരും പ്രായത്തിനനുസരിച്ച് ലാസ്റ്റ് വരുന്ന അക്കം നമ്മൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ചില ടിപ്സുകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കാൻ 100ൽ 99% സാധ്യത ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇങ്ങനെയൊക്കെ ലോട്ടറി അടിച്ചിട്ട് ചിലവർക്ക് എല്ലാം നല്ല വിവരമാണ് കേട്ടോ ലോട്ടറി എടുക്കാനൊക്കെ. അത് വിചാരിച്ചിട്ട് ആ ആൾ തന്നെ എല്ലാ പ്രാവശ്യത്തെയും ലോട്ടറി എടുക്കാനൊന്നും പാടില്ല മക്കളെ. ലോട്ടറി എടുക്കാൻ നമ്മൾ ആരും പ്രേരിപ്പിക്കാൻ പാടില്ല. ഒരു ഇതും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഒരു നിവൃത്തിയില്ല, ഒരു ലോട്ടറിയെങ്കിലും അടിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ ലോട്ടറി എടുക്കാവൂ. ലോട്ടറി എടുത്ത് കളയാനുള്ളതല്ല നമ്മളുടെ ഭാഗ്യം, മനസ്സിലായോ? അത് പാവം ഒരുപാട് പേരുടെ 100 രൂപയും 50 രൂപയും അങ്ങനെ കൂട്ടി വെച്ച് സ്വരുക്കൂട്ടിയുള്ള ഒരു പൈസയാണ്. അത് നമുക്ക് അങ്ങനെ കഴിച്ചാൽ ദഹിക്കില്ല, മനസ്സിലായോ? ദഹിക്കില്ല. നമ്മളങ്ങനെ ലോട്ടറിക്ക് നമ്മളങ്ങനെ താല്പര്യം കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ബുദ്ധിമുട്ടുള്ളവർ ലോട്ടറി എടുത്തോളൂ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ടിപ്സുകൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോകാൻ. ഞാൻ പറഞ്ഞല്ലോ, കാലത്ത് അന്നത്തെ ദിവസം ലഹള കൂടാതെ നോക്കുക. ഭഗവാനോട് നമ്മളെ എണീറ്റ വഴിക്ക് ഞാൻ പറയാനുള്ള മഹാലക്ഷ്മി, നമ്മളെ മഹാവിഷ്ണു ഒക്കെ ഭൂമിയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയമാണ് നമ്മളെ ബ്രഹ്മ മുഹൂർത്തം. ആ സമയത്ത് നമ്മൾ എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നടക്കുന്നു ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സമയമായതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് സൂര്യദേവനെയും കൂടിയും സാക്ഷിയാക്കി നിന്നിട്ട് നിങ്ങൾ പറയണം, എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി ഭഗവാനെ, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുക. നടന്നതായി സങ്കല്പിച്ച് നിങ്ങൾ ചെയ്തു നോക്ക്. ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ എല്ലാം കൊണ്ടും എനിക്ക് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ ലോട്ടറി എടുക്കണവരൊക്കെ ഇത് ചെയ്യാൻ മറക്കരുത്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് തന്നെ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.